വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പൊ കുറെ കൂട്ടുകാർ കാണുന്നുണ്ട്, പക്ഷേ എന്താ പറയാ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോന്നേ. അപ്പൊ നിങ്ങളുടെ ലൈക്ക് അല്ലേ നമ്മുടെ സപ്പോർട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാനൊരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞു തന്നു, ശരി, കുഴപ്പമില്ല. അപ്പൊ ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് എന്താ പറയാ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നും അല്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. അതിന് കുറച്ച് തൈര് വേണം, കാപ്പിപ്പൊടി, എല്ലാം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളിലെ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടത് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയാ, ഈ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല കളർ വെക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കാണുക കേട്ടോ. അല്ലാത്തവരൊന്നും സ്കിപ്പ് ചെയ്ത് പോവാ. എല്ലാവർക്കും എന്താ പറയാ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയി കാണാനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ സ്കിന്ന് ഡാർക്ക് ആയിരിക്കുന്നത് ചിലർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് കളറായിട്ട് കാണാനായിരിക്കും ചിലർക്ക് ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെയല്ലേ? ശരിക്കും പറയാൻ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. കുറച്ച് കളറായിട്ട് കാണാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടിപ്സുകളൊക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പൊ അതിലൊരു അടിപൊളി ഫേസ് പാക്ക് ആണിട്ടത്. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഒരു 1/2 സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി തരിയായിട്ടുള്ള കാപ്പിപ്പൊടിയായിരുന്നു. അപ്പോൾ നൈസായിട്ടുള്ളത് എടുത്താൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ 1 സ്പൂൺ കടലമാവ്, പിന്നെ ആവശ്യത്തിന് തൈരും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവാനായിട്ടുള്ള നമ്മുടെ ഫേസ് പാക്ക് കേട്ടോ. ഇതിൽ ഞാൻ കടലമാവാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കടലമാവിന് പകരം അരിപ്പൊടിയാണെങ്കിലും നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സംഭവം ഒന്ന് തലയിൽ ഇടാട്ടോ. നമ്മുടെ എന്താ പറയാ മുടിയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ നെറ്റ് എന്താ പറയാ ഈ ബേബി ഹെയറിലൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ ആക്കിയിട്ട് മേലേക്കൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുടിയിലൊന്നും ആവില്ല. ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ തൈര്, അതുപോലെ കടലമാവ്, പിന്നെ മഞ്ഞപ്പൊടി, കാപ്പിപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഈ സ്പൂൺ കൊണ്ട് തന്നെ മാക്സിമം അപ്ലൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതൊരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് തരും കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് നമുക്ക് തരും. അപ്പൊ നമ്മൾ എന്തായാലും ഇത് ഒന്നരാടെങ്കിലും നമ്മൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കും കേട്ടോ. നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴല്ലേ കൂടുതലായിട്ട് നമുക്കത് ചെയ്യാനൊരു എന്താ പറയാ ടെൻഡൻസി വരിക. അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയ എന്തായാലും നമ്മൾ പിന്നെയും നമ്മൾ ട്രൈ ചെയ്യും, ഉറപ്പാണ്. അപ്പൊ എന്തായാലും സ്പൂൺ ഞാൻ താഴെ വെച്ചു. ഈ കൈ കൊണ്ട് തന്നെ മാക്സിമം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാൻ ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതൊരു 20 മിനിറ്റ് വെക്കണം. 20 മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അടിപൊളി റിസൾട്ട് ആണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് അപ്പൊ തന്നെ വാഷ് ചെയ്താൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്ത് എന്താ പറയാ നമ്മുടെ പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ അടിപൊളി ഫേസ് പാക്കിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. എന്തായാലും 20 മിനിറ്റിന് ശേഷം ഞാൻ അത് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് തുണി നന്നായി ഒന്ന് നനച്ച് ഇതിലൊന്ന് തുടച്ചെടുക്കാം കേട്ടോ.
കണ്ടില്ലേ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. നോക്കിയേ, നിങ്ങൾക്കിത് ക്യാമറയിൽ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇങ്ങനെ റിസൾട്ട് കിട്ടിയാലേ പോയി. നമുക്ക് ഫസ്റ്റ് യൂസിൽ ഇങ്ങനെ അടിപൊളി റിസൾട്ട് കിട്ടിയാൽ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാതിരിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഫേസ് നല്ല ഗ്ലോ ആവാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ട്രൈ ചെയ്യാം. സൂപ്പർ. അതൊന്ന് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ, സൂപ്പറാണ്. നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ, യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഫേസ് പാക്ക് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്താ പറയാ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വന്നിട്ട് നമുക്ക് കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. അതല്ലാതെ നമുക്ക് നമ്മുടെ ഫേസിൽ ചുളിവുകളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവുള്ളൂ. ഏജ് ആകുമ്പോ ചുളിവുകളൊക്കെ വരില്ല, അതൊക്കെ നമുക്ക് എന്താ പറയാ കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. അടിപൊളിയാണ്. പിന്നെ പിഗ്മെന്റേഷൻ ഉള്ളവർക്കൊക്കെ ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്തു വരികയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റിസൾട്ട് ആണ്. അപ്പൊ ഇനി നമുക്ക് എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ പോലെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബഞ്ചാറസിന്റെ അലോവേര ജെല്ലാണ് കേട്ടോ, മോയ്സ്ചറൈസിങ് ജെല്ലാണ്. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. എന്താ പറയാ, നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്കിന്ന് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കണം നമ്മുടെ സ്കിന്ന്. നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് വരും കേട്ടോ. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഞാനിവിടെ ബഞ്ചാറസിന്റെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറിയൊരു മസാജ് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.